ശ്രീ രജനി സുനിത്താൻ, താങ്കൾ ഇതിനെ ഏത് ആംഗിളാണ് കാണുന്നത്? സാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, അങ്ങനെ കഴിവും മികവും ഉള്ളവർ ഇവിടെ ഇല്ലേ എന്ന ചോദ്യം കോൺഗ്രസിന്റെ നേതാക്കന്മാരോട്, മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് പോഷക സംഘടനയിലെ നേതാക്കന്മാരെ കൊണ്ടുചെന്ന് എത്തിച്ചതിൽ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ടോ? എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? തൃശൂർ KCയുടെ ജില്ലാ അധ്യക്ഷന്റെ വാക്കുകൾ പരിശോധിച്ചാൽ അധികാരത്തിലേക്ക് വരുന്നതിന് മുൻപ് അതിലേക്കുള്ള പാതയൊരുക്കി ഓരോ പ്രവർത്തകരുടെയും അധ്വാനത്തെ കണ്ടില്ലെന്നടിച്ച് എങ്ങനെ മുന്നോട്ട് പോകാനാകും? പാലം കടക്കുന്നത് വരെ നാരായണ, പാലം കടന്നാൽ പിന്നെ എന്ത്? ആ നിലപാട് ശരിയല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും KCയുടെ വനിതാ നേതാവും സമാനമായുള്ള പോസ്റ്റാണ് പങ്കുവച്ചിരിക്കുന്നത്. അവരുടെ ആശങ്കകളാണ് KCയുടെ സംസ്ഥാന അധ്യക്ഷൻ അഡ്രസ്സ് ചെയ്തതെന്നുള്ളതാണ് പറയുന്നത്. താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? മുഖ്യമന്ത്രിയുടെ പല നിയമനങ്ങളും ഇതിനോടകം തന്നെ പലപ്പോഴായി ചർച്ചയായിരുന്നു, വിവാദമായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഒരു വിഷയത്തിലെത്തി നിൽക്കുമ്പോൾ ഇത്രയും വിവാദങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ ശ്രീ രജനി സുനിത്താൻ? നോക്കൂ ലക്ഷ്മി, ഇതൊരു വലിയ വിവാദത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്കോ പോകുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ യാത്ര. ഈ ഗവൺമെന്റിന്റെ മുന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ജനകീയ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളുമായി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റായാണ് VD സതീശന്റെ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുന്നത്. അവിടെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് പോഷക സംഘടനയുമായി ബന്ധപ്പെട്ടും കോൺഗ്രസിന്റെ പല നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ, അത് പണ്ടും നേരത്തെയും കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിനകത്ത് അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ വരുമ്പോൾ ആ അഭിപ്രായങ്ങൾ അത് ആ പാർട്ടി ചട്ടക്കൂടിനകത്ത് നിന്ന് തന്നെ പരിഹരിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തണമെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകുന്ന ശൈലി, അത് എക്കാലവും കോൺഗ്രസിന്റെ ഒരു സൗന്ദര്യമായിട്ട്, അതിപ്പം ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചാലും അതൊരു ജനാധിപത്യ സൗന്ദര്യമായിട്ട് തന്നെ നമ്മൾ കണ്ടുപോകുന്ന കാര്യമാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ പറയുമ്പോൾ, മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ലോയേഴ്സ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പുകൾ, ഈ പറയുന്ന രണ്ടുപേരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട്, GPയെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ലോയേഴ്സ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നു. ആ പറഞ്ഞു എന്നുള്ള രീതിയിൽ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് മറുപടിയായിട്ടാണ് ഈ പറയുന്ന ലോയേഴ്സ് കോൺഗ്രസ് അതായത് പോഷക സംഘടന, കോൺഗ്രസിന്റെ പോഷക സംഘടന, അഡ്വക്കേറ്റ് സംഘടനയായ ആ സംഘടന ഈ പറയുന്ന രീതിയിലേക്ക് സമർത്ഥിക്കുന്നത്, ഇങ്ങനെ റെക്കമെൻഡേഷൻ ലെറ്റർ വന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ സമർത്ഥിക്കുന്നത്. അവിടെയാണ് അത് ആ മാധ്യമ വാർത്ത, ആ പത്രസമ്മേളനത്തെ വളരെ വലിയ രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ടാണ് പല മാധ്യമങ്ങളും ഇന്ന് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാൾ ആ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നൊന്നും കണ്ടിട്ടില്ലാത്ത പോലെ, പണ്ട് മുഖ്യമന്ത്രിമാരോടൊക്കെ ചോദിക്കുമ്പോൾ എഴുതി വായിക്കുന്ന മുഖ്യമന്ത്രിമാരെ കണ്ടു ശീലിച്ച് 10 വർഷമല്ല ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം എന്ന് നമുക്കറിയാം. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയോട് എന്ത് ചോദിച്ചാലും അത് ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ വരെ ചോദിക്കുമ്പോൾ അതിനെല്ലാം മറുപടി അദ്ദേഹം അക്കമിട്ട് നിരത്തി പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പ്രധാനപ്പെട്ട ഈ പറയുന്ന GPമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ മുന്നിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. സർക്കാർ AG ആണ് ഈ പറയുന്ന റെക്കമെൻഡേഷൻ ലെറ്റർ ഇതുമായി ബന്ധപ്പെട്ട് തരേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഉണ്ടാവും, അതിന്റെ മെറിറ്റുകൾ ഉണ്ടാവും. ആ മെറിറ്റുമായി ബന്ധപ്പെട്ടുള്ള നല്ല അഭിഭാഷകരെയാണ് സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വക്കീലുമായിട്ട് ഈ പറയുന്ന പോസ്റ്റിലേക്ക് ഉൾപ്പെടുത്തേണ്ടത്. ആ രീതിയിൽ പറഞ്ഞു പോകുന്ന കൂട്ടത്തിലാണ് ഈ പറയുന്ന ഒരു ചോദ്യം ചോദിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ ഒരു KCനെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് പല അഭിപ്രായങ്ങളും എപ്പോഴും ഉണ്ട്. അത് സമര സംഘടനയാണ്, പാർട്ടിയുടെ ഏറ്റവും വലിയ ചട്ടക്കൂടിൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ് KCയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ആ ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ് ആണ് ഇന്ന് കേരളത്തിലുള്ളത് എന്നുള്ളതാണ്. അപ്പോ ഈ പറയുന്ന ആശങ്കകൾ പറയുന്ന കൂട്ടത്തിൽ ആ പറഞ്ഞ വാക്കുകളെ എത്രത്തോളം വളച്ചൊടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമോ ആ രീതിയിലേക്കുള്ള മാധ്യമങ്ങൾ നടത്തുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ നടത്തിയതിന് ഫലമായിട്ട് ഒരു വലിയ ചർച്ചയായിട്ട് വന്നു എന്നുള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ മുന്നെങ്ങും ഇല്ലാത്ത മുഖ്യമന്ത്രിമാരെ പോലെ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുകയും അതിനെ അഭിമുഖീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയും ചെയ്തു പോകുന്ന ആളായതുകൊണ്ട് അതിനെ കുറെ കാര്യങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങനെ വലിയ വിമർശനമായിട്ട് പോവുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ KCനെ സംബന്ധിച്ച് ആ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആ അഭിപ്രായങ്ങൾക്ക് എല്ലാവിധ മാനവും കൊടുത്തുകൊണ്ട് പോകുന്ന ഗവൺമെന്റായി തന്നെ ഗവൺമെന്റ് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇതിന്റെ പരമാർത്ഥം എന്ന് പറയുന്നത്. ശരി.